പ്രിയ വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ സയൻസ് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡേറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂളിയൻ ആൾജിബ്ര. ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും, അല്ലെങ്കിൽ മുകളിലുണ്ട്. നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് കിട്ടും. വിശദമായിട്ടുള്ള വീഡിയോ ആണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സഹായകരമാണെന്ന് ഒത്തിരി അഭിപ്രായങ്ങൾ വരുന്നു. ഈ വിവരങ്ങൾ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും. ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ഡേറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂളിയൻ ആൾജിബ്ര. ഇത് പ്രധാനമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത്, നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഏത് തരത്തിലുള്ള ഡേറ്റയാണെങ്കിലും അതിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയായ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇതാ ഈ ചിത്രം നോക്കി. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആദ്യം ഒരു പാട്ടിൻ്റെ സിമ്പൽ കൊടുത്തിരിക്കുന്നു. അത് അവസാനം 00 ആയിട്ട് 0ഉം 1ഉം ആയിട്ട് മാറി. പിന്നെ ഒരു സിനിമയുടെ റീൽ കൊടുത്തിരിക്കുന്നു. അതും 0, 1ഉം 0 ആയിട്ട് മാറി. പിന്നെ 1, 2, 3 നമ്പർ കൊടുത്തിരിക്കുന്നു. അതും 1ഉം 0 ആയിട്ട് മാറി. പിന്നെ ഒരു ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നു. അതും 1ഉം 0 ആയിട്ട് മാറി. പിന്നെ ABCD എന്ന് കൊടുത്തിരിക്കുന്നു. അതും 1ഉം 0ഉമായിട്ട് മാറി. അപ്പോൾ ഏത് തരത്തിലുള്ള ഡേറ്റ കൊടുത്താലും കമ്പ്യൂട്ടർ അതിനെ എന്താക്കി മാറ്റുന്നതെന്നാണ് കാണിക്കുന്നത്. ഇത് ബൈനറിയാക്കി മാറ്റുന്നതാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ പറയുന്നത് ഡേറ്റ റെപ്രസെൻറ്റേഷൻ. സോ ഡേറ്റ റെപ്രസെൻറ്റേഷൻ ഈസ് ദി മെത്തേഡ് യൂസ്ഡ് ഇൻറ്റേർണലി ടു റെപ്രസെൻറ്റ് ഡേറ്റ ഇൻ കമ്പ്യൂട്ടർ. ഇതാണ് ഇതിൻ്റെ തുടക്ക ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്, ഡേറ്റ റെപ്രസെൻറ്റേഷൻ. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുന്നതാണ്. നമുക്ക് നമ്പർ സിസ്റ്റത്തെ പറ്റി നോക്കാം. നമ്പർ സിസ്റ്റം. നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ കുറേ നമ്പർ സിസ്റ്റമൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില നമ്പർ സിസ്റ്റം കൂടെ ഇവിടെ പഠിക്കുകയാണ്. ഉദാഹരണം, ഡെസിമൽ നമ്പർ സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഈ നമ്പർ സിസ്റ്റത്തെ പറ്റിയൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെക്ക മീൻസ് 10. അപ്പോൾ ഈ 10 ബേസായിട്ടുള്ള നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. നമുക്കറിയാം, മോണോ 1, ഡൈ 2, ട്രൈ 3, ടെട്ര 4, പെൻറ്റ 5, ഹെക്സ 6, ഹെപ്റ്റ 7, ഒക്റ്റ 8, നൊണൈൻ 9, ഡെക്കൈൻ 10. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഡെസിമൽ 10. അപ്പോൾ 10ഉമായിട്ടൊരു റിലേഷനുണ്ട്. ഇവിടെ 0 മുതൽ 9 വരെയുള്ള 10 ഡിജിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. കാരണം അതിനകത്ത് 0യ്ക്കും 9നും ഇടയിലുള്ള വിലകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ വാല്യൂസ് കൊണ്ടാണ് എല്ലാ നമ്പരും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് 10 നമ്മളതിനെ പറയും. അപ്പം ഡെസിമൽ നമ്പർ സിസ്റ്റം മീൻസ് ദാറ്റ് ഇൻവോൾവ്സ് 10 സിമ്പിൾസ് 0 to 9. അതാണ് ആ സിമ്പിളിൻ്റെ. നമ്മളൊരു നമ്പറിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. 5876. ഈ നമ്പർ എങ്ങനെ കിട്ടുന്നു എന്ന് നമുക്ക് ബേസ് വെച്ചുകൊണ്ടൊന്ന് പറയാം. അപ്പോൾ അതാണ്ട് ഒരു കോളം ശ്രദ്ധിക്കുക. മുകളിൽ വെയിറ്റ് എഴുതുക, താഴെ ഡെസിമൽ നമ്പർ എഴുതുന്നു. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, 6 എന്ന് പറയുന്നത് ഏറ്റവും റൈറ്റ് സൈഡിലെ 6 ഒറ്റയുടെ സ്ഥാനമാണ്. അവിടെ നമ്മൾ ആദ്യം എഴുതേണ്ടത് 10⁻0 എന്നാണ് എഴുതേണ്ടത്. 10⁻0. പിന്നെ ലെഫ്റ്റിലോട്ട് നോക്കിയാൽ 10⁻1, 10⁻2, 10⁻3, 10⁻4 ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത് നമുക്ക് കാണാം. അതിനിടയിൽ ഡെസിമൽ നമ്പർ താഴെ എഴുതിയിരിക്കുന്നു. ഇനി നമ്മളതിൻ്റെ ക്രിയ ചെയ്തിരിക്കുന്നു. 6 × 10⁻0 പ്ലസ് 7 × 10⁻1 പ്ലസ് 8 × 10⁻2 പ്ലസ് 5 × 10⁻3. നമുക്കറിയാം, ഏത് നമ്പറിൻ്റെയും പവർ 0 ആയാൽ ഉത്തരം 1 ആയിരിക്കും. അപ്പോൾ 10⁻0 എന്ന് പറഞ്ഞാൽ 1, 6 × 1. 10⁻1 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 × 1 ആണ് 10⁻1. അപ്പോൾ 10. 10⁻2 എന്ന് പറഞ്ഞാൽ 100 ആണ്. 10 × 10 100 ആണ്. അത് × 8 എഴുതിയിരിക്കുന്നു. 10⁻3 എന്ന് പറഞ്ഞാൽ 10 × 10 × 10. അപ്പം 10 × 10 × 10 അതാണ് എഴുതിയിരിക്കുന്നത്. 1000 വന്നിരിക്കുന്നു. താഴെ വീണ്ടും അതിനെ 5000 + 800 + 70 + 6 5876. ഇതിൽ ഏറ്റവും റൈറ്റിൽ കാണുന്ന ഈ ഡിജിറ്റിനെ പറയുന്ന പേര് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്, അല്ലെങ്കിൽ LSD എന്നാണ്. ഏറ്റവും ഇടത് സൈഡിൽ കാണുന്ന വില കൂടിയ അക്കത്തിനെ ഇവിടെ പറഞ്ഞാൽ 5, അത് എന്നെ പറയുന്ന പേര് മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്, അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ
അക്കം. 6 ഇവിടുത്തെ LSD, 5 ഇവിടുത്തെ MSD. അപ്പോൾ ആ 2 വാക്ക് ഓർത്തിരിക്കുക, MSD ആൻഡ് LSD. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ നമ്പർ സിസ്റ്റത്തെ പറ്റി നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. രണ്ടാമത്തെ നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. ബൈ മീൻസ് 2. അപ്പോൾ ഈ നമ്പർ സിസ്റ്റത്തിൽ 2 ഡിജിറ്റ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ബിറ്റുകൾ മാത്രമേ ഉള്ളൂ. 0 ആൻഡ് 1. 0 ആൻഡ് 1 കൊണ്ടുണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ ബേസ് എത്രയാണ്? 2. അവർക്ക് ബേസ് 2. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരേ ഒരു ഭാഷ ബൈനറി ഭാഷയാണ്, അത് നമുക്കറിയാം. നമ്മൾ പാട്ടായാലും ചിത്രമായാലും ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടർ അതിനെ ബൈനറി ഭാഷയായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം അതാണ് ബൈനറി ഭാഷ. എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു 1101. അതിനകത്ത് 1 0 ഉള്ളൂ, താഴെ ബേസ് 2 എന്ന് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതൊരു ബൈനറി നമ്പർ സിസ്റ്റം എന്നാണ് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ ഇത് 101010 ബേസ് 2 എന്ന് എഴുതിയിരിക്കുന്നു, കാരണം ഇതൊരു ബൈനറി നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ ഈ ബൈനറി നമ്പറിനെ നമ്മൾ ബിറ്റ് എന്ന് പറയും. ബിറ്റ് ഷോർട്ട് ഫോം. ബൈനറി ഡിജിറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് ബിറ്റ്. ബിറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 0 ആൻഡ് 1 അതാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ കണ്ട മുമ്പേ നമ്മൾ എഴുതിയ പോലെ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നു. മുകളിൽ വെയിറ്റ് എഴുതിയിരിക്കുന്നു, താഴെ ബൈനറി നമ്പർ എഴുതിയിരിക്കുന്നു. ഇവിടെ 10⁻⁴ പകരം 2⁻�0, 2⁻1, 2⁻2, 2⁻3. നമ്മൾ എന്നിട്ട് ആ നമ്പർ ബൈനറി നമ്പർ താഴെ അങ്ങോട്ട് എഴുതിയിരിക്കുന്നു. അതിൻ്റെ LSBയും MSBയും എഴുതിയിരിക്കുന്നു. LSB എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റാണ്. MSB എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റാണ്. ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. 1 × 2⁻0 പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2⁻2. എന്നിട്ട് ഇത് രണ്ടോ നോക്കിയാൽ മതി, മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇവിടെയാണ് വരുന്നത്. പ്ലസ് 1 × 2⁻3. 2⁻0 എന്ന് പറഞ്ഞാൽ മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് 1. ഏത് നമ്പറിൻ്റെയും പവർ 0 ആണെങ്കിൽ ഉത്തരം 1 ആണ്. അപ്പോൾ 1 × 1 1. 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 × 0. 2⁻2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × 1. 2⁻3 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 × 1. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുന്നു. ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം 1 × 1 1. 0 × 2 0 ആണ്. ഏത് നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം 0 ആണ്. 1 × 4 1 × 8 ഉത്തരം 13 ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബൈനറി നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ബൈനറി ബേസ് 2 ആണ്, 0യും 1ഉമാണ് അതിനകത്തെ ഡിജിറ്റ്. അതാണ് പ്രധാനമായിട്ടും ഇതിനകത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഒക്ടൽ നമ്പർ സിസ്റ്റമാണ്. ഒക്ട മുമ്പേ ഞാൻ നമ്പർ സിസ്റ്റം പറഞ്ഞു. ഒക്ട മീൻസ് 8. ഒക്ട മീൻസ് 8. അപ്പോൾ ഇതിൻ്റെ ബേസ് 8 ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ ചേർന്നാണ്? 0 മുതൽ 7 വരെയുള്ള 8 ഡിജിറ്റുകൾ ചേർന്ന നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒക്ട മീൻസ് 8. അപ്പോൾ ഒരു നമ്പർ ഇവിടെ തന്നിരിക്കുന്നു. നമുക്ക് 236നെ ഒക്ടൽ നമ്പറാണ്. അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ മാറ്റുന്നു. അപ്പോൾ നമ്മൾ 8ൻ്റെ പവറാണ് ഇവിടെ എഴുതേണ്ടത്. 8⁻0, 8⁻1, 8⁻2. അതിനെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. 6 × 8⁻0 പ്ലസ് 3 × 8⁻1 പ്ലസ് 2 × 8⁻2. 8⁻0 എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ 1 ആണ്. സോ 6 × 1. 8⁻1 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 × 3. 8⁻2 എന്ന് പറഞ്ഞാൽ 64 ആണ്. 64 × 2. അതിൻ്റെ ആൻസർ ചെയ്ത് വരുമ്പോൾ 158. ഇത് ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറാണ്. കൺവേർഷൻ ഇനി നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത നമ്പർ സിസ്റ്റമാണ് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാ മീൻസ് 16. ഹെക്സാ ഡെസിമൽ എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ ഏതൊക്കെ ചേർന്നാണ് ഈ 16 എന്ന് പറയുന്നത്? 0 മുതൽ 9 വരെയുള്ള 10 ഡിജിറ്റും ക്യാപിറ്റൽ A മുതൽ F വരെയുള്ള 6 ആൽഫബറ്റുകൂടെ ചേരുന്നതാണ് ഈ നമ്പർ സിസ്റ്റം. ഇതിൻ്റെ ബേസ് 16 ആണ്. അതുകൊണ്ട് 16⁻0 മുതൽ ഇങ്ങോട്ട് തുടങ്ങണം. എക്സാമ്പിൾ ഈ ഒരു ചാർട്ട് നോക്കുക നിങ്ങൾ. മുകളിൽ ഹെക്സാ ഡെസിമൽ ഡിജിറ്റ് എഴുതിയിരിക്കുന്നു, താഴെ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എയ്ക്ക് ഇക്വലൻ്റ് ആയിട്ട് താഴെ 10 ആണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ കാൽക്കുലേഷൻ വരുമ്പോൾ എയ്ക്ക് ഇക്വലൻ്റ് ആയിട്ട് എത്രയാണ്? 10. ബിക്ക് ഇക്വലൻ്റ് ആയിട്ട് എത്രയാണ്? 11. സി 12, ഡി 13, ഇ 14, എഫ് 15. ഓക്കെ, ഇനി എന്താ ഒരു നമ്പറിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. ക്വസ്റ്റ്യൻ 12AF 12AF ബേസ് 16. അപ്പോൾ അതാണ് അത് വെയിറ്റ് മുകളിൽ എഴുതിയിരിക്കുന്നു. മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ 16⁻0 1 അങ്ങനെ എഴുതിയിരിക്കുന്നു. താഴെ ഹെക്സാഡെസിമൽ നമ്പർ 12AF. ഇവിടെ നോക്കിയേ,
16⁻0 ഇൻറ്റു 15 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എഫിന് ഇക്വലൻ്റ് ആയിട്ടുള്ള നമ്പർ എഴുതണം 15 ആണ്. 16⁻1 ഇൻറ്റു എക്ക് ഇക്വലൻ്റ് ആയിട്ട് 10 ആണ്. 16⁻2 ഇൻറ്റു 2, 16⁻3 ഇൻറ്റു 3 1. അപ്പോൾ 15 ഇൻറ്റു 1 10 ഇൻറ്റു 16 2 ഇൻറ്റു 256 1 ഇൻറ്റു 40 96. ഉത്തരം ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ 4783 എന്നാണ് ഉത്തരം വരുന്നത്. അത് ഈ ഹെക്സാഡെസിമൽ നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പറാണ് കിട്ടുന്നത്. കൺവേർഷൻ ഇനിയും പഠിക്കും നമ്മൾ, അന്നേരം നമ്മൾ വിശദമായിട്ട് അവിടെ നോക്കും. ഓക്കെ, ഇതിനെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് താണ്ട് ഇവിടെ ഒരു ചാർട്ട് പോലെ വരച്ചിട്ടുണ്ട്. ഈ ചാർട്ട് പഠിച്ചാലും മതി, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ ഇത് മതിയാകും. അപ്പോൾ ഈ ചാർട്ട് നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മൾ നമ്പർ കൺവേർഷനിലേക്ക് പോവുകയാണ്. ഒരു നമ്പർ സിസ്റ്റം തന്നാൽ അടുത്ത നമ്പറിലേക്ക് എങ്ങനെ കൺവേർഷൻ നടത്താമെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. നമുക്കൊരു ഡെസിമൽ നമ്പർ തരും, അതിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എളുപ്പമാർഗ്ഗമുണ്ട്, ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവ്വം കേൾക്കുക. തന്നിരിക്കുന്ന നമ്പറിനെ ഇപ്പോൾ 25 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പർ തന്നിരിക്കുന്നു, അതിനെ ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യണം. തന്നിരിക്കുന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഡിവിഡൻഡ് താഴെ എഴുതുക, റിമൈൻഡർ വലത്ത് സൈഡിൽ എഴുതുക. ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ഏറ്റവും അവസാനം 0 ആകുന്നിടം വരെ ചെയ്യുക. താഴെയെന്ന് മുകളിലോട്ട് കൗണ്ട് ചെയ്യുക. ഇതാണ് റൂള്. ഒന്നുകൂടെ ഞാൻ പറയാം. തന്നിരിക്കുന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഡിവിഡൻഡ് താഴെ എഴുതുക, അതിൻ്റെ റിമൈൻഡർ വലത്ത് സൈഡിൽ എഴുതുക. ഇത് 0 ആകുന്നിടം വരെ, ഡിവിഡൻഡ് 0 ആകുന്നിടം വരെ കണ്ടിന്യൂ ചെയ്യുക. റിമൈൻഡർ താഴെയെന്ന് മുകളിലോട്ട് കൗണ്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. 25 ഡിവൈഡ് ബൈ 2. 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 12 ആണ് ഡിവിഡൻഡ്. കാരണം 12 2 24. ഇനി നമുക്ക് പറ്റത്തില്ല. ബാലൻസ് 1. ആ ബാലൻസ് 1 ഇതാ ഇവിടെ റിമൈൻഡറായിട്ട് എഴുതിയിരിക്കുന്നു. റിമൈൻഡറിൻ്റെ അവിടെ 1 എഴുതിയിരിക്കുന്നു. വീണ്ടും 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 6 പ്രാവശ്യം പറ്റും. 6 2 12. ശിഷ്ടമില്ല. അതുകൊണ്ട് എത്ര എഴുതിയിരിക്കുന്നു? 0 റിമൈൻഡറായിട്ട് എഴുതിയിരിക്കുന്നു. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3 റിമൈൻഡർ ഇല്ല. 0 എഴുതിയിരിക്കുന്നു. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒരു പ്രാവശ്യമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 1 താഴെ എഴുതി. റിമൈൻഡർ 1 വന്നു. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്കറിയാം 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളൊരു റൂൾ പറഞ്ഞു, താഴെ 0 ആകുന്നതിന് വരെ ചെയ്യണം. അതുകൊണ്ട് എപ്പോഴും എല്ലാ കേസിലും നിങ്ങളതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഡിവിഡൻഡ് 0 എപ്പോഴും അങ്ങ് എഴുതുക. എന്നിട്ട് ഈ 1 എന്തായിട്ട് വരും? റിമൈൻഡറായിട്ട് വരും. അതൊരു കോമൺ സാധനമാണ്. ഇത് നിങ്ങളങ്ങ് പഠിക്കുക. എല്ലാ കണക്കിനും ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴെന്ന് മുകളിലോട്ട് കൗണ്ട് ചെയ്യണം റിമൈൻഡർ. അത് ശ്രദ്ധിച്ചോണം. മുകളിൽ നിന്ന് താഴോട്ടല്ല, ഒരിക്കലുമല്ല. അത് ഉത്തരം തെറ്റിപ്പോകും. അപ്പം ഇവിടെ നമുക്ക് എഴുതാം 25 ബേസ് 10 ഈസ് ഈക്വലൻ്റ് ടു 11001 ബേസ് 2. ഇതാണ് നമുക്കൊരു ഡെസിമൽ നമ്പർ തന്നാൽ ബൈനറി ആക്കുന്നതിനുള്ള പ്രൊസീജിയറാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരു ഡെസിമൽ ഫ്രാക്ഷൻ തന്നാൽ അതിനെ ബൈനറി ആക്കണം. പോയിൻ്റുള്ള നമ്പർ തന്നാൽ ബൈനറി ആക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. കൺവേർട്ട് 0.75 അല്ലെങ്കിൽ 0.75 രണ്ടും ഒന്നാണ് ടു ബൈനറി. ഇവിടെ ചെയ്യേണ്ടത്, മുമ്പേ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. 0.75 ഇൻറ്റു 2 നമുക്ക് 1.50 കിട്ടും. 1.50 അങ്ങനെ മനസ്സിലാക്കി. എന്നിട്ട് വീണ്ടും ഈ ഫ്രാക്ഷണൽ പാർട്ട് എടുക്കണം. 0.50 അതാണ്ട് ഇവിടെ എഴുതുക. 0.50 ലെഫ്റ്റിൽ എഴുതുക. 0.50 ഇൻറ്റു 2 അപ്പോൾ 1.00 എന്ന് കിട്ടും. 1.00 എന്ന് കിട്ടും. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനില്ല. 00 കിട്ടി. ഇനി നമ്മൾ നോക്കിയാൽ ഈ പോയിൻറ്റിന് ശേഷമുള്ള നമ്പറുകൾ നമ്മളൊന്ന് എഴുതുക. 1 ഇവിടെയും 1. അതാണ് ഈ എഴുതിയിരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് 1 1. മുകളിൽ നിന്ന് താഴോട്ട് കൗണ്ട് ചെയ്യുക. മുമ്പേ എഴുതിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. മുമ്പേ താഴെ നിന്ന് മുകളിലോട്ടായിരുന്നു. ഫ്രാക്ഷണൽ നമ്പർ വന്നപ്പോഴത്തേന് മുകളിൽ നിന്ന് താഴോട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്. അതായത് 0.11. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 0.75 ബേസ് 10 ഈസ് ഈക്വൽ ടു 0.11 ബേസ് 2. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഫ്രാക്ഷണൽ നമ്പർ ആണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പൂർണ്ണസംഖ്യാഭാഗം മാറ്റി വെക്കുക. അതെപ്പോഴും 1 ആയിരിക്കും കിട്ടുന്നത്. അത് മുകളിൽ നിന്ന് താഴോട്ട് കൗണ്ട് ചെയ്യുക. ആ ഫ്രാക്ഷണൽ പാർട്ട് 0 ആകുന്നതിനും വരെ നമുക്ക് പറ്റത്തുള്ളൂ. അതാണ് ഈ എക്സാമ്പിൾ. നന്നായിട്ട് നോക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഫ്രാക്ഷണൽ ഡെസിമൽ ടു ഫ്രാക്ഷണൽ ബൈനറി. അങ്ങനെ 1-2 എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നോക്കിയേ. കൺവേർട്ട് 15.25 ടു ബൈനറി. 2 കൊണ്ട്, ഡെസിമൽ പാർട്ടും ഉണ്ട്,
ഫ്രാക്ഷണൽ പാർട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ 15നെ ആദ്യം നമ്മൾ കണ്ട പോലെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കാണണം. അതാണ്ട് ഇതുപോലെ ഈ 0.25നെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടതുപോലെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടിട്ട് അതിൻ്റെ ഉത്തരം തമ്മിൽ ചേർത്ത് വെച്ചാൽ മതി. കേട്ടോ, 15ൻ്റെ 1111 അതായി എഴുതിയിരിക്കുന്നു. 111 എന്നുള്ളത് ഈ 0.25ൻ്റെ 01 എന്ന് കിട്ടി. അതാണ്ട് ഈ 01 ഉത്തരമായിട്ട് കിട്ടി. അപ്പോൾ നമുക്കൊരു ഇങ്ങനെയുള്ള മിക്സഡ് നമ്പർ തരികയാണെങ്കിൽ ആദ്യം പൂർണ്ണസംഖ്യാ ഭാഗത്തെ കാണുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ ആദ്യം പഠിച്ച പോലെ ചെയ്യുക. ഡെസിമൽ നമ്പറാണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ പൂർണ്ണമായിട്ടും കാണുക. ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് ഹെഡിങ്ങാണ് ഡെസിമൽ ടു ഒക്ടൽ. ഇപ്പോൾ നമ്മൾ ഡെസിമൽ ടു ബൈനറിയാണ് കണ്ടത്. ഇനി നമ്മൾ ഡെസിമൽ നമ്പറിനെ ഒക്ടലാക്കണം. എളുപ്പമാർഗ്ഗമാണ്. ഡെസിമൽ നമ്പറിനെ ബൈനറിയാക്കാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ ഡെസിമൽ നമ്പറിനെ ഒക്ടലാക്കാൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബാക്കി പ്രൊസീജിയർ എല്ലാം സെയിമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് 125 എന്ന് പറയുന്നതിൻ്റെ ഡെസിമൽ നമ്പർ കാണണം. അത് ഒക്ടൽ ഈക്വലൻ്റ് ഓഫ് ഡെസിമൽ നമ്പർ 125 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൻ്റെ ഒക്ടൽ കാണണം. അപ്പോൾ എന്ത് ചെയ്യണം? 125നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്താ 8 15 പ്രാവശ്യം പൂർണ്ണമായിട്ട് പറ്റും. 15 8 ബാലൻസ് 105 വരും. 5 വരും. 15 8 120 ബാലൻസ് എത്ര വരും? 5 വരും. വീണ്ടും ഈ 15നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു പ്രാവശ്യമേ പറ്റത്തുള്ളൂ. ബാക്കി എത്ര വരും? 7 വരും. വീണ്ടും 1നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പറ്റത്തില്ല. അതുകൊണ്ട് റിമൈൻഡർ 1 എഴുതണം. താഴെ 0 എഴുതണം. താഴെ നിന്ന് മേളിലോട്ട് കൗണ്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? 125 ബേസ് 10 ഈസ് ഈക്വൽ ടു 175 ബേസ് 8 എന്ന ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഇതാണ് പ്രൊസീജിയർ. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ബാക്കിയെല്ലാം തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് ഈ കിടക്കുന്നത്. ഇനി അടുത്തത് ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ. ഡെസിമലിനെ നമുക്ക് ഹെക്സാ ഡെസിമലാക്കി മാറ്റണം. അപ്പോൾ എത്ര കൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടത്? 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. തന്നിരിക്കുന്ന നമ്പറിനെ ഫോർ എക്സാമ്പിൾ ഫൈൻഡ് ദ ഹെക്സാ ഡെസിമൽ ഈക്വലൻ്റ് ഓഫ് എ ഡെസിമൽ നമ്പർ 155. അപ്പോൾ എങ്ങനെ കിട്ടും? 155നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പൂർണ്ണമായിട്ട് 9 പ്രാവശ്യം പറ്റും. ബാലൻസ് 11. ഇവിടെ ബി എന്നാണ് എഴുതേണ്ടത്. കാരണം 11ന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സാ ഡെസിമൽ നമ്പർ ബി ആണ്. മുമ്പേ നമ്മളൊരു ചാർട്ട് കണ്ടു. ആ ചാർട്ടിനകത്ത് നിന്ന് എടുത്ത് ബി എന്ന് എഴുതണം. എന്നിട്ട് 9നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് താഴെ 0 എഴുതി. ഇതെന്തായിട്ട് എഴുതണം? റിമൈൻഡറായിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. താഴെ നിന്ന് മുകളിലോട്ട് കൗണ്ട് ചെയ്യുക. 155 ബേസ് 10 ഈസ് ഈക്വൽ ടു 9b എന്ന് കിട്ടും. ബേസ് 16. അപ്പോൾ അതാണ് അങ്ങനെ എഴുതേണ്ടത്. നിങ്ങൾ എഴുതുക. ഇനി നമുക്ക് ബൈനറി ടു ഡെസിമൽ കൺവേർഷനാണ്. ഒരു ബൈനറി നമ്പർ തരും. അതിനെ ഡെസിമൽ നമ്പറായിട്ട് കൺവേർട്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചതിനെ നേരെ തിരിച്ചെഴുതാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ 2 എണ്ണം പഠിച്ചു. ആ 3 ഭാഗം പഠിച്ചു. ആ 3 എണ്ണത്തിന് ഇനി തിരിക്കാൻ പോവാണ്. ഏതൊക്കെയാണ്? ഒന്ന് ബൈനറി ടു ഡെസിമൽ. ഡെസിമൽ ടു ബൈനറി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണെങ്കിൽ ബൈനറി ടു ഡെസിമലിനെ 2ൻ്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതാ ഇവിടെ എക്സാമ്പിൾ നോക്കി. കൺവേർട്ട് 11011 ടു ഡെസിമൽ. അപ്പോൾ എന്ത് ചെയ്യണം? റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് അങ്ങ് വായിച്ചേ. 1 × 2⁻0 പ്ലസ് 1 × 2⁻1 പ്ലസ് 0 × 2⁻2 പ്ലസ് 1 × 2⁻3 പ്ലസ് 1 × 2⁻4. അതിൻ്റെ ഉത്തരം 27 എന്ന് കിട്ടും. ഉത്തരം എത്ര കിട്ടി? 27 എന്ന് കിട്ടി. 11011 ബേസ് 2 ഈസ് ഈക്വൽസ് 27 ബേസ് 10 എന്ന് കിട്ടി. ഇതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത എക്സാമ്പിളും പുസ്തകത്തിലുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കുക. ഇനി അടുത്ത ബൈനറി ഫ്രാക്ഷൻ ഉണ്ട്. ബൈനറി ഫ്രാക്ഷൻ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബൈനറി ഫ്രാക്ഷൻ വന്നാൽ ഡെസിമലാക്കുന്നത് എങ്ങനെ? കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൺവേർട്ട് 0.101 ടു ഡെസിമൽ. അവിടെ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എഴുതാൻ ശ്രമിക്കുക. അങ്ങനെയാണ് എഴുതേണ്ടത്. 1 × 2⁻1 പ്ലസ് 0 × 2⁻2 പ്ലസ് 1 × 2⁻3. ഇവിടെ ശ്രദ്ധിക്കുക. 2⁻1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണം. അതാണ് ഈ 0.5 എഴുതിയിരിക്കുന്നത്. 2⁻2 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 1/4 എന്ന് പറഞ്ഞാൽ 4/1 25 പൈസ 0.25. പക്ഷേ ഇവിടെ 0 ആണ് വന്നത്. കാരണം 0 × 0.25 0 ആണ്. 2⁻3 എന്ന് പറഞ്ഞാൽ 1/8 ആണ്. നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് 1/8 എന്ന് അടിച്ചാൽ ഉത്തരം കിട്ടും.
അതിന് ഉത്തരം 0.15 ആണ്. അത് ഇൻറ്റു 1 അത് തന്നെ. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് കൂട്ടുക. പോയിൻ്റ് എല്ലാം ഒരേ ലെവലിൽ വരണം. ബാക്കി നമ്പർ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 0.625 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 0.101 base 2 is equal to 0.625 base 10. ഇനി നമ്മൾ മുമ്പ് എഴുതിയ പോലെ തന്നെ അതിനകത്തിൽ പോയിൻ്റ് ഉള്ള നമ്പരും ഇല്ലാത്ത നമ്പരും 1010.11. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 1010ൻ്റെ മുമ്പേ നമ്മൾ ആദ്യം കണ്ട പോലെ കാണണം. അതിൻ്റെ ഉത്തരം കിട്ടും. എന്നിട്ട് 0.11ൻ്റെ ഇപ്പോൾ രണ്ടാമത് പഠിച്ച പോലെ കാണണം. ഇത് രണ്ടും കൂടെ ചേർത്ത് കമ്പൈൻ ചെയ്തങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 1010.11 is equal to 10.75. അങ്ങനെയാണ് എഴുതുന്നത്. 10 ആ പൂർണ്ണസംഖ്യാ ഭാഗത്തെ ഒരിടത്ത് എഴുതുക, പോയിൻ്റ് ഇടുക, മറ്റേത് 75 എന്നെഴുതുക. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ ഉണ്ട്. ഒക്ടൽ നമ്പറിനെ ഡെസിമലാക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ ഇവിടെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഉദാഹരണം 157 base 2 ഡെസിമൽ. ഇതാന്ന് നോക്കിയേ, ഇവിടെ നല്ല റൈറ്റ് ചെയ്ത് നോക്കിയേ. 8 raised to 0 into 7 plus 8 raised to 1 into 5 plus 8 raised to 2 into 1. ഈ എക്സാമ്പിളാണ് ഞാൻ നോക്കുന്നത്. ആ കാര്യം ശ്രദ്ധിക്കുക. ഈ എക്സാമ്പിൾ അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 8 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 into 7 7. 8 raised to 1 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 into 5 40. 8 raised to 2 എന്ന് പറഞ്ഞാൽ 64 ആണ്. 64 into 1 64. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 111 എന്ന് ഉത്തരം കിട്ടും. ഇനി നമ്മൾ ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ നടത്താൻ പോകണം. ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ ഇത് ഒരു AB base 16 ടു ഡെസിമൽ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയതിനെ? ഇവിടെ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നോക്കാം. നമുക്ക് B എന്ന് പറഞ്ഞാൽ 11 ആണ്. അപ്പോൾ 11 into 16 raised to 0 പ്ലസ് A എന്ന് പറഞ്ഞാൽ 16 raised to 1 ആണ്. അത് ഇൻറ്റു 10. അപ്പോൾ 160 പ്ലസ് 11 171 ഉത്തരം കിട്ടുന്നത്. ഇപ്രകാരം നമുക്കെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും ഈ ഇവിടെ നമുക്ക് 2-3 ടൈപ്പ് കൂടെ പഠിക്കാനുണ്ട്. നിങ്ങളിന്ന് ക്ഷീണിച്ച് കാണും എന്ന് വിചാരിക്കുന്നു. ഒത്തിരി കുറച്ച് നമുക്ക് പഠിക്കുന്നതായിരിക്കും ഉത്തമം. ഈ വിവരങ്ങളൊക്കെ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും പഠിക്കട്ടെ. ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടാനുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇത് പഠിക്കുക. നമുക്കിനിയും ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും എളുപ്പമെന്ന് പഠിക്കാനുള്ളത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും. ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. താങ്ക് യു.